ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് പറ്റിയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കഴിവിനെ തന്നെ പണമാക്കി മാറ്റാം. അതാണ് കേട്ടോ ഇന്നത്തെ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇപ്പോൾ അതിന് എനിക്ക് എന്താ കഴിവുള്ളതെന്നുള്ളത്. പക്ഷേ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് എന്താണോ ഒരു സ്കില്ലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അല്ലാതെ അത് മറ്റുള്ള ആൾക്കാർക്കൊന്നും, പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒന്നാണ് കേട്ടോ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ജസ്റ്റ് ഒരു കല്യാണത്തിന് ആദ്യം ബ്രൈഡ്സ് മാത്രമേ ഇരുന്ന് അങ്ങനെ ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്യൽ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു ടീനേജ് ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഇടും, പിന്നെ ഒരു കൺമഷി, അത്ര പൗഡർ കഴിഞ്ഞ്. അതന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നല്ല കട്ടിയിലൊക്കെ ഇട്ടിട്ടായിരിക്കും ഇറങ്ങൽ. പക്ഷേ നമുക്ക് റോഡിലെത്തി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അത് പിന്നെ ഓവറാണോ, അതിൻ്റെ ചുവപ്പ് ഓവറാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. അപ്പോൾ കുറേ അത് പോക്കിയിട്ട് പിന്നെ അതിങ്ങനെ ലൈറ്റായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇന്നിപ്പം കാലം മാറി. ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല എന്താ പറയുക, പിന്നെ നല്ല ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല ഷെയ്ഡായിട്ടുള്ള കളർ ഇടുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകുന്നെങ്കിൽ കൂടിയിട്ട് നമ്മളൊരു മേക്കപ്പ് ഇടാതെ ഇറങ്ങൂല. ഇനിയിപ്പോൾ കല്യാണം പോട്ടെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിനാണ് പോകണതെങ്കിൽ കൂടിയിട്ട് നമ്മൾ എന്താക്കും, ആ ഒരു കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്കാര, ഐഷാഡോ, പിന്നെ അങ്ങനെ അതന്നെ മസ്കാര 2 കളറിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് ഒരുപാട് ഇന്നപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഗോൾഡ് വേണ്ടെങ്കിലും മേക്കപ്പ് വേണമെന്നാണ് ഇപ്പോഴത്തെ ടീനേജേഴ്സൊക്കെ പറയുന്നത്, ബ്രൈഡ്സൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ചുറ്റിൽ. നമ്മൾക്ക് എന്താ പറയുക, ചിലർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മേക്കപ്പും അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അങ്ങനെയാണ്. പിന്നെ അവർ ചെയ്യുന്നതൊക്കെ കണ്ട്, ബ്രൈഡിനൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങനെയായിരുന്നു. അതൊന്നാലും ഒരു എന്താ പറയുക, ഒരു കോമൺ മേക്കപ്പാണ്. നമുക്കങ്ങനെ ജസ്റ്റ് എടുത്ത് പറയത്തക്ക മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ അതിലൊക്കെ ഒരു മാറ്റം വന്നിട്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മളെ സിറ്റികളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷേ അത് കോഴ്സൊക്കെ വരുന്നത് 2 മന്ത് 3 മന്ത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കോഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ കംപ്ലീറ്റ് ജോയിൻ ചെയ്ത് കാണുന്നത് എന്താ പറയുക, ഒരു വീട്ടമ്മമാരൊക്കെയാണ് കേട്ടോ അധികം ഉള്ളത്. കാരണം വീട്ടിലിങ്ങനെ അവർ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരാണുള്ളത്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറച്ചൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നത് 4 മാസത്തേക്ക് 1 ലാക്ക് അങ്ങനെയൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ അത് പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സ്വർണ്ണം കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ എത്ര ചിലവാക്കിയാലും നമുക്ക് പിന്നീട് നമുക്കറിയാം, നല്ല വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വാങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലാണ്. പിന്നെ നമ്മൾ ഓരോ കല്യാണത്തിനും നമ്മളൊക്കെ അന്വേഷിക്കില്ല മേക്കപ്പ് എത്രയായി ചെയ്തേക്കുക. അപ്പോൾ 25,000 മുതൽ പിന്നെ കുറച്ചൊരു എന്താ പറയുക, അതിലും റേറ്റ് കൂടിയതുകൊണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 1000-ൻ്റെ ഉള്ളിൽ, സോറി 10,000-ൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഇതെത്ര നമ്മളെത്ര പൈസ ഇറക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളത്. പിന്നെ നമ്മൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു പാഷൻ വേണം, പഠിച്ച ഭയങ്കര ഒരു ആഗ്രഹം വേണം. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്താണ് എനിക്കിങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മെയിൻ സിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ ഹോം ടൗൺ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് സിറ്റിയിൽ ഉണ്ടാവും, എറണാകുളം, മലപ്പുറം സിറ്റി, അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, അതിനെപ്പറ്റി നമ്മൾ അറിയുന്നില്ല. പിന്നെ അറിയുന്ന ആൾക്കാർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ വെറും ഈ ഒരു എന്താ പറയുക, മേക്കപ്പ് ചെയ്യുന്നത് മാത്രമല്ല പഠിപ്പിക്കുന്നത്, സാരി ഡ്രാപ്പിങ്, പിന്നെന്താ പറയുക, പിന്നെ ഡിസൈനിങ്, സ്റ്റിച്ചിങ്, അങ്ങനത്തെ സ്റ്റിച്ചിങ് ഇല്ല, ഡിസൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്, നമ്മളിപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അധികവും നമ്മൾ കാണുന്നത് ഹെവി ആയിട്ടുള്ള നെക്ലസ്, ചെയിൻസൊക്കെ അങ്ങനെ ഗോൾഡ് അല്ലാത്തത് ഇടുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഇതാക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു ബ്രൈഡിന് മേക്കപ്പ് ചെയ്യാൻ പോകുകയെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനത്തെ പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു പിന്നെ ഏണിങ്സ് ആണ് ഉണ്ടാവുന്നത്.
കാരണം വലിയൊരു ഹെവി അല്ലാത്ത മാലയ്ക്ക് തന്നെ സാധാ ഒരു നോർമൽ സൈസിന് തന്നെ വരുന്നത് 3 ദിവസത്തെ റെൻറ്റും കാര്യങ്ങളാണ്. അതന്നെ എനിക്ക് തോന്നുന്നത് 5000 താഴെയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം കുറച്ചൊരു ഹെവി ആയിട്ടുള്ള നമ്മൾ കാണലില്ലേ, പിന്നെ ചില ബ്രൈഡ്സിനൊക്കെ നമ്മൾ കാണാം നല്ല ഭംഗിയാണ് നമുക്ക് ചിലർ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ഏണിങ്സും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ചിലവാക്കിയത് എത്രയാണോ, ഇപ്പോൾ 1 ലേക്കാണ് നമ്മൾ ചിലവാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 4 ഇരട്ടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ഏണിങ്സ് നമുക്ക് സമ്പാദിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ടൗണിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.